അല്പം മണിക്കൂറുകൾ മുന്നേ വരെ ആളുകളാൽ തിങ്ങിനിറഞ്ഞിരുന്ന പൊതു ഇടങ്ങളിൽ ഇപ്പോഴാരുടെയും തിരക്കുകളില്ല. സാധന സാമഗ്രികൾക്കായി കലപില കൂട്ടിയിരുന്ന വരാന്തകളിൽ ഇപ്പോഴാരോരുമില്ലാത്ത നിശബ്ദത മാത്രമാണ്. രാത്രികൾ എത്രയോ മനോഹരമാണ്. നിശബ്ദമായ പാതയോരങ്ങളെല്ലാം കാലിയായി കിടക്കുകയാണ്. ബഹുഭൂരിഭാഗം മനുഷ്യരും തങ്ങളുടെ പട്ടുമെത്തകളിൽ, അടച്ചുറപ്പുള്ള വീടുകളിൽ വിശ്രമവേളകളിലാവും. രാത്രി ഏതാണ്ട് ഒരു 11 മണിയായിട്ടുണ്ടാവും. പഞ്ചാബിലെ ബത്തിണ്ട മാൻസ റോഡിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആളൊഴിഞ്ഞ വിജനമായ വഴിയോരങ്ങളിലെല്ലാം വാഹനങ്ങളെക്കാൾ കൂടുതൽ കന്നുകാലികളാണ്. വഴിയരികിൽ കച്ചവടം നടത്തുന്നവർ വരെ വീട്ടിലോട്ട് പോയിട്ടുണ്ട്. പകൽ സമയങ്ങളിലുള്ള ആളുകളുടെ തിരക്കു കാരണവും കാലാവസ്ഥയുടെ മനംമാറലുകളാലും പകലിനേക്കാൾ രാത്രികൾ എത്രയോ സുന്ദരവും ശാന്തവുമാണു തന്നെ പറയാം. കവിതകളായും കഥകളായും രാത്രികളെ എത്ര വേണമെങ്കിലും വർണ്ണിക്കാം. പക്ഷേ ദുർഗന്ധം വമിക്കുന്ന ഓവുചാലുകളും, പാതയോരങ്ങളിൽ കുമിഞ്ഞുകൂടി കിടക്കുന്ന മാലിന്യങ്ങളും, നേരം പുലരും മുന്നേ വൃത്തിയാക്കുന്ന കടത്തിണ്ണകളും, പാൻ മസാലയും വെറ്റിലയും ചവച്ചു തുപ്പുന്ന നടപ്പാതകൾ വരെ തങ്ങളുടെ ഇരുകരങ്ങളാൽ വൃത്തിയാക്കുന്ന, പകൽ സമയങ്ങളിൽ സമൂഹത്തിന്റെ നല്ല കണ്ണാടിയിൽ വൃത്തിഹീനരായി കാണുന്ന, അധികമാരും അറിയപ്പെടാത്ത ചില മനുഷ്യജന്മങ്ങൾ രാത്രിയുടെ യാമങ്ങളിൽ ഓരോ തെരുവുകളിലുമുണ്ട്. ഈ രാത്രികളിലാണ് അത്തരക്കാർ ജോലി ചെയ്യുന്നത്. എങ്ങോട്ടെന്നില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഒരു മദ്യവിൽപ്പനശാലയുടെ മുന്നിൽ നിർത്തിയിട്ടിരിക്കുന്ന ഈയൊരു കഴുതവണ്ടിയെ കാണാനിടയാവുന്നത്. അടുത്തുള്ള മാംസക്കടയിൽ നിന്നും പുറത്തേക്കെറിയുന്ന എല്ലുകഷണങ്ങൾക്കായി വട്ടമിട്ടു നടക്കുന്ന നായകളും പട്ടികളും കഴുതവണ്ടിയുടെ സമീപത്തുണ്ട്. നേരം അർദ്ധരാത്രിയോടടുക്കാറായിട്ടും അല്പം ചില കടകളിലും മദ്യവിൽപ്പനശാലയിലും ആളുകളുണ്ട്. ഇടയ്ക്കിടെ ചീറിപ്പാഞ്ഞു പോകുന്ന വാഹനങ്ങളും അതിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഉത്തരേന്ത്യയിൽ ജീവിക്കുന്ന ഒരാൾക്കും തന്നെ ഇതൊരു അപൂർവ കാഴ്ചയായിരിക്കില്ല. കാരണം എല്ലായിടങ്ങളിലും ഇതുപോലെയുള്ള ആളുകളും രാത്രികളും തന്നെയാണ്. പലപ്പോഴും അവർ സംസാരിക്കാനൊന്നും കൂട്ടാക്കാറില്ല. കാരണം വിശപ്പുമായി നടക്കുന്നവർക്ക് ഒരു ദിവസമല്ല, എല്ലാ ദിവസങ്ങളിലും വിശന്നൊട്ടിയ വയറുമായി നടക്കുന്നവർ അത്ര പെട്ടെന്നങ്ങനെ സംസാരിക്കാൻ കൂട്ടാക്കില്ല. സാവധാനം അവരോട് ഓരോ കാര്യങ്ങൾ ചോദിച്ചറിയുമ്പോഴും മനസ്സിലാവുന്നത് മദ്യക്കുപ്പികളും പാഴ്വസ്തുക്കളുമെല്ലാം സ്വരുക്കൂട്ടി വിറ്റിട്ടു വേണം അവരുടെ പൊന്നുമക്കൾക്ക് അന്നം ലഭിക്കാൻ. സംസാരിക്കുന്നതിനിടയിൽ ശ്രദ്ധയിൽപ്പെട്ട മറ്റൊരു കാഴ്ചയായിരുന്നു അവർ സ്വരൂപിച്ചു കൊണ്ടിരിക്കുന്ന പാഴ്വസ്തുക്കൾക്കിടയിൽ അങ്കിയുറങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ പിഞ്ചു മോന്റെ മുഖം. കോംപ്ലാനും ഹോർലിക്സിനും ബൂസ്റ്റിനുമെല്ലാം വാശി പിടിക്കുന്ന ഒരു കൂട്ടം ബാല്യങ്ങളും, വിശന്നൊട്ടിയ വയറുകളുമായി ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി തെരുവുകളിൽ യാചിക്കുന്ന മറ്റൊരു കൂട്ടം ബാല്യങ്ങളും. അങ്ങനെ മനസ്സിനേറ്റ എന്തോ ഒരു നിറവിങ്ങലോടുകൂടി തിരികെ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് മറ്റൊരു കൂട്ടം കാഴ്ചകളിലേക്ക് കണ്ണു തിരിയുന്നത്. അല്പം നേരം മുന്നേ വരെ ഡമ്മികൾ പോലും വസ്ത്രം ധരിച്ചിരുന്ന വരാന്തകളിൽ ഉടുതുണിക്ക് മറുതുണിയില്ലാതെ, സ്വന്തമായി തലചായ്ക്കാൻ പോലും ഒരിടമില്ലാത്ത ഒരു പറ്റം ആളുകൾ കിടന്നുറങ്ങുകയാണ്. ദുർഗന്ധം വമിക്കുന്നതു കാരണം മൂക്കടച്ചുകൊണ്ടാണിതെല്ലാം പകർത്തിയെടുക്കുന്നത്. പകൽ സമയങ്ങളിൽ ആളുകളാൽ തിങ്ങിനിറഞ്ഞിരുന്ന രാത്രിയുടെ യാമങ്ങളിൽ ആരോരുമില്ലാത്ത ബസ്സു കാത്തിരിപ്പു കേന്ദ്രങ്ങളിലും ദുർഗന്ധം വമിക്കുന്ന കടത്തിണ്ണകളിലുമൊക്കെയാണ് അവരുടെ വിശ്രമം. നാടെവിടെയാണ്, വീടെവിടെയാണ് എന്ന് ചോദിച്ചാൽ അതിനു പ്രത്യേക ഉത്തരമില്ലാത്തവർ. ജനനം മുതൽ തെരുവോരങ്ങളിൽ മാത്രം അന്തിയുറങ്ങിക്കൊണ്ടിരിക്കുന്ന, വിസർജനം ചെയ്യാൻ പോലും തങ്ങളുടേതെന്നു പറയാൻ ഒരിടമില്ലാത്ത, സമൂഹവും ഭരണകൂടവും പല അപരനാമങ്ങളും ചാർത്തി വിളിക്കുന്ന, ഇന്ത്യയുടെ അച്ചടി രേഖകളിൽ പോലും പേരില്ലാത്തവർ. എല്ലാ മനുഷ്യരെയും പോലെ ഒരു സ്ത്രീയുടെ തന്നെ ഗർഭപാത്രത്തിൽ നിന്നും ജന്മം കൊണ്ട മനുഷ്യജീവികൾ തെരുവോരങ്ങളിലെ ഓരോ കടത്തിണ്ണകളിലും രാപ്പാർക്കുന്ന, തങ്ങളുടെ അന്ത്യശ്വാസം വരെ ഈ നരകതുല്യമായ ജീവിതത്തിൽ നിന്നും മോചനം ലഭിക്കാത്ത ഒരു കൂട്ടം ബാല്യങ്ങളും യൗവനങ്ങളും വയോധികരും ഇന്ത്യയുടെ കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുള്ള ഓരോ തെരുവുകളിലുമുണ്ട്.